എല്ലാവരും പറയും അവൻ ലക്കിയാണ്, അവൻ്റെ അടുത്ത് ഇഷ്ടം പോലെ പൈസ ഉണ്ട്, അവൻ്റെ ലൈഫ് സെറ്റാണ് എന്നൊക്കെ. പക്ഷേ ഞാനൊരു കാര്യം പറയാം, പൈസ വരുന്നത് ഒരിക്കലും ലക്ക് കൊണ്ടല്ല, മൈൻഡ് സെറ്റ് കൊണ്ടാണ്. നമ്മൾ പറയും എനിക്ക് കുറേ പൈസ ഉണ്ടാകണം, നല്ല ഫോൺ വാങ്ങണം, നല്ല വീട് വെക്കണം, ഫാമിലിയെ ഹാപ്പിയായി കൊണ്ടു നടക്കണം എന്നൊക്കെ. പക്ഷേ ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മൾ പൈസ ഡിസേർവ് ചെയ്യുന്ന രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ? പ്യുവർ മൈൻഡ് സെറ്റ് വിഎസ് റിച്ച് മൈൻഡ് സെറ്റ് ചിന്തിക്കുന്നത് നമുക്ക് നോക്കാം. പ്യുവർ മൈൻഡ് സെറ്റ് പറയുന്നത് എന്നെക്കൊണ്ട് ഇതിന് പറ്റില്ല, ഞാൻ ഇതിന് പറ്റിയ സിറ്റുവേഷനിലല്ല, എൻ്റെ ടൈം മോശമാണ്, ഞാനത് ചെയ്താൽ എന്നെപ്പറ്റി ആൾക്കാരെന്ത് ചിന്തിക്കുമെന്നൊക്കെ. ബട്ട് റിച്ച് മൈൻഡ് സെറ്റുകാർ എന്താ ചിന്തിക്കുക, ഞാൻ എങ്ങനെ ഇത് നേടിയെടുക്കും, അതിനു വേണ്ടി എത്ര കഷ്ടപ്പെട്ടാലും വേണ്ടില്ല, ആളുകൾ എന്ത് ചിന്തിച്ചാലും എനിക്ക് വേണ്ടത് ഞാനല്ലാതെ എനിക്ക് മറ്റാരും ചെയ്തു വന്ന് തരില്ല, എന്നെക്കൊണ്ട് പറ്റില്ലെങ്കിലും അത് നേടിയെടുക്കുന്നത് വരെ ഞാൻ ശ്രമിക്കും. ഡിഫറൻസ് ഇത്രയേ ഉള്ളൂ ബ്രോ. പ്യുവർ മൈൻഡ് സെറ്റുകാർ എല്ലാത്തിലും ഒരു പ്രോബ്ലം കണ്ടുപിടിക്കും, ബട്ട് റിച്ച് മൈൻഡ് സെറ്റുകാർ എല്ലാത്തിനും ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിക്കും. പൈസ ഉണ്ടാക്കാൻ നല്ലോണം ഡിസിപ്ലിൻ വേണം, ഹാർഡ് വർക്ക് വേണം. അത് ഇമോഷണലായി ഒരിക്കലും വരില്ല, ആരും തന്നെ കയ്യിൽ വെറുതെ കൊണ്ടുവന്ന് തരികയുമില്ല. മണി, റെസ്പെക്റ്റ് ആൻഡ് ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ അത് കിട്ടുള്ളൂ. ഡെയിലി ഓരോ ദിവസവും നിങ്ങൾ പുതിയ സ്കില്ല് പഠിക്കാൻ ശ്രമിക്കുക. ഡെയിലി 100 രൂപയെങ്കിലും സേവ് ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഡിഫറൻ്റായി ചിന്തിക്കുക. മീൻസ് അതിൽ നിന്നും എങ്ങനെ ഞാൻ പണം ഉണ്ടാക്കും. അത് ചിലപ്പോൾ വലിയ തുക ആകണമെന്നില്ല. എന്തെങ്കിലും ചെറുതായി ചിന്തിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് തന്നെ പതിയെ പതിയെ ഗ്രൗത്ത് ഉണ്ടാകുന്നത് കാണാൻ സാധിക്കും. സ്മോൾ ഹാബിറ്റ്സ്, ബിഗ് റിസൾട്ട്സ്. നമ്മുടെയൊക്കെ ബിഗസ്റ്റ് എനിമി എന്ന് പറയുന്നത് കംഫർട്ട് സോണാണ്. വെറുതെ വീട്ടിലിരുന്ന് സമയം കളയുക, ഫോണിൽ റീൽസ് സ്ക്രോൾ ചെയ്യുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് സമയം കളയുക. പക്ഷേ നീ ഒരു കാര്യം ചിന്തിക്കണം, കംഫർട്ട് സോണിൽ നിന്ന് ഒരിക്കലും നമുക്ക് പൈസ ഉണ്ടാക്കാൻ സാധിക്കില്ല. നമ്മൾ ഡെയിലി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കി റിസ്ക് എടുക്കാൻ ശ്രമിക്കുക. ന്യൂ തിങ്സ് ട്രൈ ചെയ്യുക, ഫെയിലിയറിനെ അക്സെപ്റ്റ് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ചിലപ്പോൾ ഫെയിലാവാം, ചിലപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ തലവേദനിച്ച് ഒരു മൂലയിലിരിക്കും. ബട്ട് നിങ്ങളൊരു കാര്യം ഓർക്കണം, ഫെയിലർ ഒരിക്കലും ഷെയിമല്ല, പരാജയമല്ല. ഫെയിലർ ട്രെയിനിങ് ആണ്, പിന്നെയും പിന്നെയും വിജയിക്കാനുള്ള ട്രെയിനിങ്. എല്ലാത്തിലും നാം പൈസ മാത്രം ഫോളോ ചെയ്യരുത്, എല്ലാത്തിലും ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പലരും എല്ലാ കാര്യത്തിലും പണത്തെ മാത്രം ഫോക്കസ് ചെയ്യും, പക്ഷേ റിച്ചായിട്ടുള്ള ആളുകൾ എല്ലാ കാര്യത്തിലും പണം മാത്രം ഫോക്കസ് ചെയ്യാതെ എല്ലാത്തിലും ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും. എക്സാമ്പിൾ, നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ ഓഡിയൻസിന് ഒന്നും കിട്ടാനില്ല, ആ വീഡിയോ കാണുന്നത് കൊണ്ട് ആർക്കും ഒരു ഉപയോഗവും ഇല്ല എങ്കിൽ തനിയെ അതിന് റീച്ച് കുറയും. ബട്ട് നിങ്ങൾ ഓഡിയൻസിനെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിൽ നിന്നും മാറി നിൽക്കാൻ കഴിയുന്ന, അവർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ചെയ്താൽ താനെ അതിന് റീച്ച് കൂടുന്നത് കാണാൻ സാധിക്കും. പൈസ റിസൾട്ടാണ്, വാല്യൂ കാരണമാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, അതിനായി പെർഫെക്റ്റ് ടൈമൊന്നും വരില്ല, പെർഫെക്റ്റ് സിറ്റുവേഷനും വരില്ല. എല്ലാത്തിലും ഒരു വിജയം കണ്ട് അതിനു വേണ്ടി കഷ്ടപ്പെടുന്നവർ മാത്രമാണ് ജീവിതത്തിൽ ഇതുവരെ വിജയിച്ചിട്ടുള്ളത്. ടുഡേ, ഇന്ന് തന്നെ നിങ്ങളൊരു ഡിസിഷൻ എടുക്കുക. ഞാൻ എല്ലാത്തിലും ഒരു പ്രോബ്ലം കണ്ടെത്തുന്ന ആളാവണോ, അല്ലെങ്കിൽ എല്ലാത്തിലും ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിക്കുന്ന ആളാവണോ എന്ന് ഒന്നോർക്കുക. പൈസ വരും, ബട്ട് അതിനു മുൻപേ ഡിസിപ്ലിനോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുക. എല്ലാത്തിലും ഡിഫറൻ്റായി ചിന്തിക്കുക, വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പെട്ടെന്ന് പണം വരണം എന്ന് ചിന്തിക്കാതെ നാം പണത്തിനല്ല, പണം നമുക്ക് വേണ്ടി എങ്ങനെ പണിയെടുക്കുമെന്ന് ചിന്തിക്കുക. പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കുക. നിങ്ങൾ ദിവസവും 1% ചേഞ്ച് കൊണ്ടുവന്നാൽ 1 ഇയർ കൊണ്ട് നിങ്ങൾക്ക് 365% ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കും. ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക, സ്മോൾ സ്റ്റെപ്സ് എടുത്ത് തുടങ്ങുക, ഫെയിലറിനെ അക്സെപ്റ്റ് ചെയ്യുക. ഫ്യൂച്ചർ നിങ്ങളെ തേടി വരും.